വീടിൻ്റെ അസ്ഥിവാരം നിർമ്മിക്കുന്നതിനായി 46 രൂപ നിരക്കിൽ ചെങ്കല്ലുകൾ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട്. ചുവരുകൾ പടവ് ചെയ്യുന്നതിന് 41 രൂപ നിരക്കിലുള്ള സിമൻറ്റ് ബ്ലോക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. 2850 ഓടുകളാണ് 32 രൂപ നിരക്കിൽ വാങ്ങിയത്. ഇന്ന് ചിങ്ങം 1 എല്ലാ മലയാളികൾക്കും മറ്റ് ഇതര ഭാഷക്കാരായ എല്ലാവർക്കും പടിഞ്ഞാറ്റിനി ഹൃദയപൂർവ്വം പുതുവത്സര ആശംസകൾ നേരുന്നു. കേരളീയ ശൈലിയിൽ നിർമ്മിച്ച ഒരു വീടാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ആലപ്പുഴ ജില്ലയിലെ കണിച്ചുകുളങ്ങരയിലെ KSEB ജീവനക്കാരനായ ശ്രീ മനോജ് എന്നവരുടെ ലളിതമായ ഓട് വീട്. പിന്നിലേക്ക് നീണ്ടു കിടക്കുന്ന പ്ലോട്ടിൽ അതിന് ക്രമമായ തരത്തിൽ ഡിസൈൻ ചെയ്ത വീടാണ്. കിഴക്ക് ദർശനമാണ്. 2024 ഒരു വീടിന് എത്ര രൂപ ചെലവ് വരും എന്നുള്ള വിവരവും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. സമ്പൂർണ്ണമായും വാസ്തു അടിസ്ഥാനമാക്കി ഓടുമേഞ്ഞ മേൽക്കൂരയോട് കൂടിയാണ് നിർമ്മാണം. ഈ നാട്ടിലെ മികച്ച വാസ്തു കൺസൾട്ടൻ്റായ ശ്രീ ഷാജി പണിക്കർ എന്നവരാണ് ഗംഭീരമായ ഈ വീട് വരച്ച് കണക്കൊപ്പിച്ച് നൽകിയത്. വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് ഒരു മണിമുറ്റം, ചെറുനാടൻ ചെടികൾ എന്നിവയുണ്ട്. 15 സെൻറ്റാണ് വീടിരിക്കുന്ന പ്ലോട്ടിൻ്റെ അളവ്. മേക്കൂട് ട്രസ് ചെയ്ത് പുതിയ ഓട് പാകിയിരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ഈ വീടിൻ്റെ സർവമാന ചിലവ് വിവരങ്ങളും സുദൃഢമായ ഈ വീടിൻ്റെ പ്ലാനും വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട്. അകത്തേക്ക് കയറി കിടക്കുന്ന മട്ടിലാണ് പൂമുഖം. 100 സ്ക്വയർ ഫീറ്റിൽ താഴെയാണ് സിറ്റൗട്ടിൻ്റെ വിസ്തൃതി. 1012 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയാണ് വീടിന്. ചുവരുകൾ സിമൻറ്റ് ബ്ലോക്ക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മിതമായ കളറിങ്ങും പ്ലെയിൻ വർക്കുകളുമാണ് വീടിന്. ആഡംബരങ്ങളോട് അമിത ഭ്രമം കാണിക്കാതെ ലളിതമായി നിർമ്മിച്ച ഒരു വീട്. പൂമുഖമാകമാനം ഒരുതരം ക്ലാഡിംഗ് ടൈലുകൾ ഒട്ടിച്ച് വൃത്തിയും ഭംഗിയും വരുത്തിയിട്ടുണ്ട്. നാട്ടിലെ പ്രമുഖ കോൺട്രാക്ടറായ ശ്രീ ബിജു എന്നവരാണ് മനോജിന് ലേബർ കോൺട്രാക്റ്റിൽ ഈ വീട് വെച്ച് നൽകിയത്. സിറ്റൗട്ടിൻ്റെ നിലമെല്ലാം ക്രീം നിറമുള്ള വിട്രിഫൈഡ് ടൈലുകൾ വിരിച്ചിട്ടുണ്ട്. അലങ്കാരത്തിനും കാഴ്ചയ്ക്കുമായി കറുത്ത ഗ്രാനൈറ്റ് കൊണ്ട് ഈ ഭാഗത്തിന് ഒരു ബോർഡറും നൽകിയിരിക്കുന്നു. തനി നാട്ടിൻപുറമാണ് ഈ പ്രദേശം. ആളുകൾക്കും അയൽക്കാർക്കുമൊക്കെ നേരിട്ട് വരാന്തയിൽ കയറി ഇരിക്കാൻ പാകത്തിന് അരപ്ലേസ് ഒഴിവാക്കിയാണ് നിർമ്മാണം. സിറ്റൗട്ടിൻ്റെ മുകൾ വശത്ത് 6 mm തിക്നെസ്സിൽ ഉള്ള സിമൻറ്റ് ബോർഡ് കൊണ്ട് ഫോൾ സീലിംഗ് ചെയ്ത് വെടിപ്പാക്കിയിട്ടുണ്ട്. ഷിബു കണിച്ചുകുളങ്ങരയാണ് ഈ വീടിൻ്റെ ട്രസ് വർക്കും സീലിംഗ് വർക്കുകളും എല്ലാം ചെയ്തിരിക്കുന്നത്. ട്രസ്സിനായി ചിലവാക്കിയ തുകയും അതിൻ്റെ ലേബർ ചാർജും എല്ലാം ഈ വീഡിയോയുടെ അവസാനം നൽകിയേക്കാം. ഭാവിയിൽ ഒരു നില കൂടി പണിയാൻ പാകത്തിനാണ് വീടിൻ്റെ നിർമ്മാണം. ജനവാതിലുകളുടെ പാളികളെല്ലാം ആഞ്ഞിലി എന്ന തടി കൊണ്ട് നിർമ്മിച്ചു. പ്രധാന വാതിൽ തേക്കിൻ തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ കട്ടിള, വാതിൽ, അതുപോലെ ലോക്ക്, മറ്റ് ചമയങ്ങളെല്ലാം ചേർത്ത് 25,000 രൂപയോളം ചെലവ് വന്നു. മികച്ച നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിച്ച് നല്ല ബിൽഡപ്പ് ക്വാളിറ്റിയിൽ 4 മാസങ്ങൾ കൊണ്ടാണ് വീടിൻ്റെ പണി പൂർത്തീകരിച്ചത്. ഗൃഹനാഥൻ തന്നെ മെറ്റീരിയൽസ് എല്ലാം എടുത്തു നൽകിയാണ് ലേബർ കോൺട്രാക്റ്റ് നൽകിയത്. വീട് നിർമ്മാണത്തിലെ വിവിധ രീതികൾ വെച്ച് നോക്കുമ്പോൾ ഫുൾ കോൺട്രാക്റ്റിനേക്കാൾ അല്പം കൂടി നന്നാവുക ഇതുപോലെ ലേബർ കോൺട്രാക്റ്റ് ആവും. അതിവിശാലമായ ഒരു നടുത്തളത്തിലേക്കാണ് കയറുക. ഈ വീടിൻ്റെ ഏറ്റവും പ്രധാന ആകർഷണം നല്ല വിസ്തൃതിയിലുള്ള ഈ ഹാളാണ്. സുമാർ 330 സ്ക്വയർ ഫീറ്റാണ് ഈ ഭാഗത്തിനുള്ളത്. ചുവരുകളും നിലവും സീലിംഗും എല്ലാം വെളുപ്പായതിനാൽ വിശാലത 10 മടങ്ങായി പ്രതിഫലിക്കുന്നു. ഈ ഭാഗത്തിന് പിന്നിലായി കിടപ്പുമുറികളും വശങ്ങളിൽ ഡൈനിങ്ങും ഉൾപ്പെടെയുള്ള വീടിൻ്റെ മറ്റു ഭാഗങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. സിറ്റൗട്ടിന് അനുപൂരകമായ ടൈൽ വിന്യാസമാണ് ഹാളിൽ. മുകളിൽ നേരത്തെ കണ്ട ഇനം സീലിംഗ് വർക്കും നൽകിയിരിക്കുന്നു. ഭാവിയിൽ ആവശ്യമെങ്കിൽ ഈ ഹാൾ പാർട്ടീഷൻ ചെയ്ത് ഒരു മുറി കൂടി എടുക്കാനുമാവും. പേരിന് മാത്രം ചെറിയ കബോർഡ് വർക്കുകൾ മാത്രമാണ് വീട്ടിലുള്ളത്. നാട്ടുകാരെ കാണിക്കുക എന്നതിനപ്പുറം വീട്ടുകാരുടെ ആവശ്യങ്ങൾക്കും ധനസ്ഥിതിക്കും യോജിച്ച രീതിയിലാണ് വീടിൻ്റെ നിർമ്മാണം. ഈ വീട്ടിലെ മെയിൻ ഡോർ ഒഴിച്ച് ബാക്കി എല്ലാ ജനവാതിലുകളുടെയും കട്ടളകൾ സ്റ്റീലാണ്. ഹാളിൻ്റെ ഈ ഭാഗത്ത് നിന്നാൽ ഡൈനിങ് ഏരിയയുടെ ഒരു നേർചിത്രവും കാണാനാവും. വിശാലമായ നടുത്തളത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നല്ല വെന്റിലേഷനും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ചാരനിറമുള്ള കർട്ടനുകൾ ഇട്ട് അവ മോടി പിടിപ്പിച്ചിട്ടുമുണ്ട്. ഇവിടെ പിന്നിലുള്ള ഒരു ബെഡ് സ്പേസിൻ്റെ കാഴ്ചകളാണിനി. (138 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഒരു മുറിയാണ്. ഇവിടെ ഒരു ഐലൻഡ് സ്റ്റൈലിലുള്ള ബെഡാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വീട്ടിലാകമാനമുള്ള സിമൻറ്റ് ബോർഡ് കൊണ്ടുള്ള ഫോൾ സീലിംഗ് ഇവിടെയും കാണാം. പടിഞ്ഞോട്ടും തെക്കോട്ടും തുറക്കാനാവുന്ന ധാരാളം ജനലുകളും ക്രോസ് വെന്റിലേഷനായി നൽകിയിട്ടുണ്ട്. ഈ വീട്ടിലെ എല്ലാ കട്ടിലുകളും കാർഡ്ബോർഡ് കൊണ്ട് നിർമ്മിച്ചെടുത്തവയാണ്. അവയുടെ വശങ്ങളിലെല്ലാം ധാരാളം സ്റ്റോറേജും ഉറപ്പുവരുത്തിയിരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കോർണർ സ്റ്റാൻഡും ഇവിടെ നൽകിയിട്ടുണ്ട്. ഭാവിയിൽ സ്റ്റോറേജിനും മറ്റു ഫർണിച്ചറുകൾക്കും അടക്കം സ്ഥലം കണ്ടാണ് ഈ മുറിയുടെ ഡിസൈൻ നിർവഹിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ഡൈനിങ്ങിൻ്റെ കാഴ്ചകളാണ്. ഹാളിൽ നിന്നും ബെഡ്റൂമിൽ നിന്നും അതുപോലെ അടുക്കളയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്നുമൊക്കെ നേരിട്ട് ആക്സസിബിൾ ആകുന്ന രീതിയിലാണ് ഊൺമുറിയുടെ ഡിസൈൻ.
6 പേർക്കിരുന്ന് കഴിക്കാനും അവർക്ക് വിളമ്പാനുമുള്ള വിശാലത ഈ മുറിക്കുണ്ട്. മാഞ്ചിയം എന്ന നാട്ടുതടിയിലാണ് ഊൺമേശ നിർമ്മിച്ചിരിക്കുന്നത്. ഊൺമുറിയുടെ ഒരു ഭിത്തിയിൽ വടക്കേ മുറ്റത്തേക്ക് തുറക്കാൻ പാകത്തിന് ഒരു 3 പാളി ജനലും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വിശാലമായ ഈ ഏരിയ ഫാമിലിക്ക് ഒത്തുകൂടാനുള്ള ഒരു ഫാമിലി ലിവിങ് ഏരിയയായും ഉപയോഗിക്കാം. ഇതുപോലെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഇണങ്ങുന്നതാവണം വീടുകൾ. മറ്റുള്ളവരുടെ കൊട്ടാര സമാനമായ സൗധങ്ങൾ കണ്ട് ഭ്രമിക്കാതെ നമ്മുടെ ധനസ്ഥിതിക്ക് അനുസരിച്ച് വീടുകൾ നിർമ്മിച്ചെടുക്കണം. ഡൈനിങ്ങിൻ്റെ ഒരു മൂലയിലായി ജനലിനോട് ചേർന്ന് ഒതുക്കത്തിൽ ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു. ഒരു കണ്ണാടിയും ചെറിയൊരു സ്റ്റോറേജും ടവൽ തൂക്കാൻ ഒരു ഹാൻഡിലുമാണ് ഇവിടുത്തെ പ്രധാന സൗകര്യങ്ങൾ. ഗംഭീരമായ ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് ഈ വീടിൻ്റെ 1/3 ഭാഗത്തിൻ്റെ നേർക്കാഴ്ചയും ലഭ്യമാവും. ഡൈനിങ് ഏരിയയ്ക്കും ഒരു ബെഡ് സ്പേസിനും ഇടയിലായി ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. PVC നിർമ്മിതമായ ഒരു ബ്ലാക്ക് ഡോറാണ് ടോയ്ലറ്റിന് നൽകിയിരിക്കുന്നത്. 28 സ്ക്വയർ ഫീറ്റാണ് വിസ്തൃതി. ഒരു വാഷ് ബേസിൻ ഉൾപ്പെടെ ഒരു ടോയ്ലറ്റിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. തൊട്ടടുത്തായി ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂം. ആദ്യം കണ്ടതിലും ഒരല്പം ചെറുതാണെങ്കിലും സൗകര്യങ്ങൾക്ക് യാതൊരുവിധ കുറവുമില്ല. എപ്പോഴത്തെയും പോലെ നിങ്ങൾക്ക് കണ്ടുരസിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനുമായി വീടിൻ്റെ പ്ലാൻ അവസാനം നൽകിയേക്കാം. അതിൽ നിന്നും കൂടുതൽ അളവുകളും അതുപോലെ മുറികളുടെ വിന്യാസവും ഒക്കെ കണ്ടു മനസ്സിലാക്കുക. ചിലവ് ഒരല്പം ചുരുക്കുന്നതിനായി ഒരേ രീതിയിലുള്ള മെറ്റീരിയൽസും രീതികളുമാണ് വീട്ടിലെമ്പാടും ഉപയോഗിച്ചിട്ടുള്ളത്. ടൈലുകൾ, കർട്ടനുകൾ, മുറിയുടെ ആകൃതി, അതുപോലെ സീലിംഗ്, പെയിൻറ്റിംഗ് എല്ലാം സമാനമാണ്. ഡൈനിങ്ങിന് കിഴക്കായി കിച്ചൺ ഏരിയ. 2 ഭാഗങ്ങളായി പാർട്ടീഷൻ ചെയ്ത ഒരു കിച്ചൺ സ്പേസാണ്. കബോർഡ് വർക്കുകൾ ഇനിയും ചെയ്തു തീരാനുണ്ട്. എങ്കിലും പൂർണ്ണവും വിശാലവുമാണ് കിച്ചൺ. ചാരയും വെള്ളയും ചേർന്ന ഡിസൈനാണ് അടുക്കള തിണ്ണയ്ക്ക്. അതിനപ്പുറം L ഷേപ്പിൽ ഒരു കിച്ചൺ കൗണ്ടർ ടോപ്പ്. ഗ്രാനൈറ്റ് ആണ് ഇതിൻ്റെ ടോപ്പിൽ നൽകിയിരിക്കുന്നത്. ആവശ്യത്തിലധികം സ്റ്റോറേജ് സ്പേസിനുള്ള ഇടങ്ങളുണ്ട്. അവ കൂടി വരുമ്പോൾ ഉദാത്തമായ ഒരു കിച്ചൺ സ്പേസായി ഇത് മാറും. ഇത്തരം മീഡിയം ബഡ്ജറ്റ് വീടുകൾക്ക് നമ്മൾ മനസ്സിൽ കരുതുന്നതിനപ്പുറമുള്ള വൃത്തിയും സ്വാസ്ഥ്യവുമാണുള്ളത്. നാട്ടിൻപുറങ്ങളിലുള്ള ചെറു വീടുകൾ ഇവിധം പകർത്തുന്നതിനും കാണുന്നതിനും ഒരു പ്രത്യേക സുഖമാണ്. ഈ ഭാഗത്ത് പുറത്തേക്കൊരു എൻട്രി നൽകിയിട്ടുണ്ട്. പ്രധാന കിച്ചൻ്റെ മുന്നിലായി ഒരു വർക്കിംഗ് കിച്ചൺ. ഇനി ഈ വീടിൻ്റെ ചിലവ് വിവരങ്ങളാണ്. ഓരോ ഘട്ടത്തിലും ഓരോ മെറ്റീരിയൽസിനും ചിലവായ തുകയുടെ വിവരങ്ങളാണ് ഇനി പറയുന്നത്. അതിലേക്ക്. എൻ്റെ പേര് മനോജ്. ഇത് ഭാര്യ, അമ്മ, അളിയൻ, മക്കൾ, 2 പെൺമക്കളാണ്. ഇത് സ്ഥലം കാണിച്ചുകൊള്ളാം, ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. എൻ്റെ പേര് സുഗന്ധി എന്നാണ്. ഞങ്ങൾ പെട്ടെന്ന് അറേഞ്ച് ചെയ്തൊരു വീടാണ്. കുറച്ചുകൂടി വർക്കൊക്കെ തീരാനുണ്ട്. വീടിൻ്റെ അസ്ഥിവാരം നിർമ്മിക്കുന്നതിനായി 46 രൂപ നിരക്കിൽ ചെങ്കല്ലുകൾ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട്. ചുവരുകൾ പടവ് ചെയ്യുന്നതിന് 41 രൂപ നിരക്കിലുള്ള സിമൻറ്റ് ബ്ലോക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. 2850 ഓടുകളാണ് 32 രൂപ നിരക്കിൽ വാങ്ങിയത്. കമത്തോടുകൾ 100, 47 രൂപ നിരക്കിൽ. 1012 സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിൻ്റെ നിർമ്മാണത്തിനായി 76,000 രൂപയ്ക്ക് ടൈലുകളും ഗ്രാനൈറ്റും വാങ്ങി. സ്റ്റീൽ ജനലുകൾ, കിച്ചൺ ജനലുകൾ, അതുപോലെ അതിൻ്റെ ഗ്ലാസ് എന്നിവയ്ക്കായി 1,12,000 രൂപ ചിലവാക്കി. ആകാശത്തുള്ള 4 ഡോറുകൾ, അതിൻ്റെ വാതിൽ, അതിൻ്റെ ലോക്ക്, മറ്റു ചമയങ്ങൾ എന്നിവയ്ക്കായി 33,000 രൂപ ചിലവ് വന്നു. വയറിങ്ങിനും പ്ലംബിങ്ങിനുമുള്ള സാധനങ്ങൾ വാങ്ങാൻ 78,000 രൂപയാണ് ഗൃഹനാഥൻ ചെലവഴിച്ചത്. ഡ്രസ് വർക്കിനുള്ള ഇരുമ്പ് വാങ്ങിയത് 90,000 രൂപ. സ്ക്വയർ ഫീറ്റിന് 400 രൂപ നിരക്കിൽ സിമൻറ്റ് വർക്കിന് ചിലവ് വന്നു. അങ്ങനെ 4 ലക്ഷം രൂപ. ബാക്കിയുള്ള പണിക്കൂലി ഇവിധമാണ്. ഡ്രസ് വർക്കിന് 34,000 രൂപ, സീലിങ്ങിന് വീബോർഡ് വാങ്ങിയതുൾപ്പെടെ 41,000 രൂപ, ഓട് വാങ്ങാൻ 15,000 രൂപ ചിലവായി. പെയിൻറ്റിംഗ് വർക്കിന് 26,000 രൂപയും ചിലവ് വന്നു. പ്ലംബിങ്ങിനും വയറിങ്ങിനുമായി വേലക്കൂലിയായി നൽകിയത് 16,000 രൂപയാണ്. ടൈൽ വർക്കിന് 38,000 രൂപയും. വീട് പണിയിലെ സർവമാന ചിലവുകളും അതുപോലെ ഈ വീട്ടിലെ മുഴുവൻ ഫർണിച്ചറുകളും ഉൾപ്പെടെ ഗൃഹനാഥന് ചിലവായത് 18 ലക്ഷം രൂപയാണ്. വീട് ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. എല്ലാവരും നിർബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഗംഭീരമായ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച പടിഞ്ഞാറ്റിനിൽ കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ നേരുന്നു.
ഹലോ, എൻ്റെ പേര് സുദീപ്. ഇത് എൻ്റെ പെങ്ങളുടെ വീടാണ്. ഇത് ഒരു വലിയൊരു ഹാളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു 2 ബെഡ്റൂമുണ്ട്, ഒരു അറ്റാച്ച്ഡ് ഉണ്ട്, ഒരു ഡൈനിങ് റൂമുണ്ട്, കിച്ചൺ. അപ്പോൾ ഇതെല്ലാം ഒരു ചെറിയ കുടുംബത്തിന് പറ്റുന്ന ഒരു വീടായിട്ട് എനിക്ക് തോന്നുന്നു. നല്ല ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത്.